ധ്യാൻ തേജ് മണപ്പാട്ടി. 2026 കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 100% സ്കോറോടെ 2ാം സ്ഥാനം നേടിയിരിക്കുകയാണ് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ ധ്യാൻ തേജ് മണപ്പാട്ടി. അധ്യാപകനായ പ്രദീപൻ മണപ്പാട്ടിയുടെയും അനീഷയുടെയും മകനായ ധ്യാൻ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ എൻട്രൻസ് കോച്ചിംഗ് നേടിയാണ് ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത്. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ധ്യാൻ കീം എക്സാമിന് പുറമെ JEE മെയിൻ എക്സാമിൽ ഓൾ ഇന്ത്യ 1868 റാങ്കും JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ 2551 റാങ്കും സ്വന്തമാക്കി. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ധ്യാൻ തേജ് മണപ്പാട്ടിന് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും നൽകി ബ്രില്യൻ സ്റ്റഡി സെന്റർ ആദരിക്കുന്നു. യെസ്, കേരള റാങ്ക് സെക്കൻഡ്, JEE മെയിൻസിന് 1868, JEE അഡ്വാൻസ്ഡിന് 2551 അല്ലേ. സോ ഇത്രയും റാങ്കൊക്കെ മേടിച്ച നമ്മുടെ കൂടെയുള്ളത് കേരള സെക്കൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ധ്യാൻ തേജ് ആണ് നമ്മുടെ കൂടെയുള്ളത്. സോ ഇൻട്രൊഡക്ഷനൊന്നും ആവശ്യമില്ലായിരിക്കുമല്ലോ, ഒത്തിരി ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ഇരിക്കുന്ന ആളാണ്. സോ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കാര്യത്തിലില്ല, എന്നാലും ഒരു ചടങ്ങ് എന്ന രീതിയിൽ ധ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഒന്ന് പറയും. എൻ്റെ പേര് ധ്യാൻ തേജ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റർ കോഴ്സ് എടുത്ത് റിപ്പീറ്റർ കോഴ്സിൻ്റെ ഇതിൽ പഠിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നേട്ടത്തിലെത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ വിക്ടറിയുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അവാർഡൊക്കെ വാങ്ങി എല്ലാവരും ഫാമിലിയോടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സോ ഈ ഒരു മൊമെൻറ്റ് ഒരു 2 ഇയേഴ്സ് ബാക്കോ അല്ലെങ്കിൽ ഒരു 1 ഇയർ ബാക്കോ നമ്മൾ കണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഓക്കെ ഇന്ന ദിവസം ഞാൻ അവിടെ എത്തും, ബ്രില്യനിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് കിട്ടും എന്നൊരു തോട്ടം ഉണ്ടായിരുന്നു മനസ്സിലായപ്പോഴെങ്കിലും? സത്യം പറഞ്ഞാൽ ബ്രില്യനിൽ വരുമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. ആ ഒരു കൊല്ലം മുമ്പൊന്നും ബെർലിനിലേക്ക് വരും എന്നുള്ളത് ഒരു ഏതാണ്ട് ധാരണയാവുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ ജൂൺ മാസം ആകുമ്പോഴാണ്. അതിന് മുമ്പ് വരെ ഒരു ഐഡിയ ഇല്ല എവിടെ പോകണോ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പക്ഷേങ്കിൽ എന്നാണേലും ഒരു നല്ലൊരു ജോബ് മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ JEE ഒക്കെ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ടൈം. അപ്പോൾ അത് എഴുതിയപ്പോൾ മനസ്സിലായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ നന്നാവുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങനെ ചിന്തിച്ച് ലാസ്റ്റ് ബ്രില്യനിലേക്ക് എത്തിപ്പെട്ടപ്പോൾ പിന്നെന്താ IIT എത്തണം ഉണ്ടായി. പക്ഷേ ഇത്രയും നല്ലൊരു ഇതിൽ എത്തുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അപ്പോൾ IIT എത്തണം എന്നൊക്കെ ഇരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഏത് IIT ഒരു കേരള ടോപ്പറൊക്കെ ആയുള്ള ആൾ ഏത് ബ്രാഞ്ചാണ് സെലക്ട് ചെയ്തതെന്ന് അറിയാനൊക്കെ ഒത്തിരി ആൾക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തീരുമാനിച്ചോ അതോ അഡ്മിഷനൊക്കെ എടുത്തോ? ഇപ്പം ജോസയുടെ അലോട്ട്മെന്റ് 4 റൗണ്ട് കഴിഞ്ഞു. 4 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും IIT കാൺപൂരാ കിട്ടിയത്. യെസ്, സൂപ്പർ IIT ആണ്. IIT കാൺപൂർ എന്നൊക്കെ പറഞ്ഞ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് IIT തന്നെയാണ്. ഏത് ബ്രാഞ്ചാണെന്നും കൂടെ പറഞ്ഞാലും? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കിട്ടിയത്. യെസ്, സോ വൈ ഇലക്ട്രിക്കൽ എന്നൊരു ചോദ്യം കൂടെ, കാരണം ഒത്തിരി ബ്രാഞ്ച് ഉണ്ട്. ഗ്ലാമറസ് ബ്രാഞ്ച്, ഇപ്പോൾ AI ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ബ്രാഞ്ച് ഉണ്ട്. സോ എന്തുകൊണ്ടാണ് ധ്യാൻ ഇലക്ട്രിക്കൽ എന്ന് പറയാൻ കാരണം എന്താ? ഒന്നാമത്തെ കാര്യം പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു ചായ്വൊന്നുമില്ല. എനിക്ക് പൊതുവെ ഇഷ്ടം ഈ മാത്സ്, ഫിസിക്സ് തുടങ്ങിയ സാധനങ്ങളോട്ടുള്ള ഇഷ്ടം. അതുകൊണ്ട് മാത്രമാണ് മെഡിക്കൽ ഫീൽഡ് കളഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് ഞാൻ വന്നത്. എടുത്ത് +2 ബയോളജിയാണ് പഠിച്ചത്. എനിക്ക് വേണമെങ്കിൽ ബയോളജി നീറ്റ് വഴി പോവായിരുന്നു. പക്ഷേ വേണ്ട, നമുക്ക് എഞ്ചിനീയറിംഗ് മതി. അതെ, ഫിസിക്സ് കെമിസ്ട്രിനോട്ടുള്ള കുറച്ചും കൂടി ഉള്ള ഒരു എന്താണ് വേണേ പറയാം, ഭ്രാന്ത് എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഭ്രാന്തമായി പഠിച്ചാണ് നമ്മൾ IIT എത്തിയതപ്പോൾ. അല്ല, ഭ്രാന്തമായി പഠിച്ചില്ല, ഒരു അധിനിവേശം. ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളെ പോലെ തോന്നി. അപ്പോൾ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ തന്നെ ഓഫ് കോഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. പൊതുവെ എല്ലാവരും പറയുന്നത് ചിലപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് ആയിരിക്കും. പിന്നെ ചില ആൾക്കാർ മാത്രം എന്ന് വന്ന ടോപ്പേഴ്സിൽ ചില ആൾക്കാർ മാത്രം കെമിസ്ട്രിനെ കുറിച്ച് പറഞ്ഞു. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ധ്യാൻ ഏറ്റവും കംഫർട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് പറയാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ ബുദ്ധിമുട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭ്രാന്തമായി പഠിച്ച് നേടിയെന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കും 3 സോ അതിലൊന്ന് 2 സബ്ജക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഏതെടുക്കുക? അപ്പോൾ എനിക്ക് പണ്ട് മുതലേ മാത്തമാറ്റിക്സിനോട് വേണ്ട ഇഷ്ടമുണ്ട്. അപ്പോൾ അതൊരു റീസൺ ആയിട്ട് നോക്കുമ്പോൾ മാത്സ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ മാത്സ് ആണ് കുറച്ചും കൂടി എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. പക്ഷെ ഫിസിക്സ് ഈ പറയുന്ന പോലെ പഠിക്കാൻ താല്പര്യമാണ്. പക്ഷേ എന്താണ് ഈ റിപ്പീറ്റർ കോഴ്സ് തുടങ്ങുമ്പോഴത്തേക്കൊന്നും ഒരു ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. കുറേ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്നില്ല എന്താ സംഭവം. അപ്പോൾ ഇങ്ങനെ ഇത് എങ്ങോട്ട് പോകുന്നുള്ള ഒരു ഐഡിയ ഇല്ല. ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറേ PVK ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരുവിധമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ അവസ്ഥ വന്നു. പിന്നെയും ഇത് പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പഠിക്കാനാവുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാര്യം. അപ്പോൾ അത് പിന്നെയും അതിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ വായിച്ചു റെഡിയാക്കി എടുത്തു. ഇപ്പം ലാസ്റ്റോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയ സ്കോർ ഫിസിക്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
ചേരാൻ തീരുമാനിച്ചു, എഞ്ചിനീയറിംഗ് വേണമെന്നൊരു തീരുമാനം എടുത്തു. സോ ഓഫ് കോഴ്സ് കണ്ണൂർ നിന്നാണല്ലോ വരുന്നത്. സോ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകാരിലൊക്കെ നമുക്ക് അറിയുന്നതാണ്. സോ എന്തുകൊണ്ട് യു ചൂസ് ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ടുള്ള പാലയിൽ തന്നെ വന്ന് നിന്ന് പഠിക്കണം എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി എന്തെങ്കിലും മോട്ടീവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? വൈ യു ചൂസ് ബ്രില്യൻ്റ് എന്നൊരു ചാൻസ് ചോദിച്ചാൽ? അപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ വേണ്ടിയിട്ട് പഠിക്കണമെന്നുണ്ടായിരുന്നു ആദ്യമേ. അപ്പോൾ അതിനെന്തായാലും ബെസ്റ്റ് പിക്ക് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ട്സും ഇവിടുത്തെ ഫെസിലിറ്റീസും അതൊന്നും അൺകമ്പയറബിൾ ആണ്, അൺമാച്ചബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോപ്പറോട് ചോദിക്കട്ടെ, സ്ട്രെസ് ഉണ്ടായിരുന്നു ബ്രില്യൻറ്റിൽ? ഇപ്പോൾ എല്ലാവരും പൊതുവേ സ്ട്രെസ്സാണ്, കേരള സെക്കൻഡ് കിട്ടണമെങ്കിൽ അത്രയും സ്ട്രെസ് എടുത്ത് പഠിച്ചാണെങ്കിൽ ചിലപ്പോൾ ഒരു തോട്ട് ഉണ്ടായിരിക്കും. സോ എങ്ങനെയായിരുന്നു ഒരു 1 year ജേണി എന്ന് പറയാൻ? സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ എൻ്റെ ഒക്കെ റൂംമേറ്റ്സും അയൽവാസികളായ ടീമും അവരൊക്കെ ഈ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് എന്താണ് ഒരുമാതിരി മാനസികാവസ്ഥയിലൊക്കെ കടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ എന്താ പറയുക, നമ്മൾ കൂളായിരുന്നു അത്യാവശ്യം. എന്ന് പറഞ്ഞാൽ തീരെ പഠിക്കാണ്ടൊന്നും ഇല്ല, പഠിക്കുമല്ലോ, അതെനിക്ക് മനസ്സിലായി. അല്ല, അപ്പോൾ അങ്ങനെ ഈ പരമാവധി ഒരു ലേറ്റ് പോയാലൊരു 11:30, അതിന്റെ അപ്പുറം ഒന്നും അങ്ങനെ പോകാറില്ല. ഉറങ്ങുന്ന സമയമൊക്കെ കീപ്പ് ചെയ്തോണ്ടാണ് ആൾ പോയിക്കൊണ്ടിരുന്നത്. അതെ അതെ, ഓക്കെ, അതൊന്നും കോംപ്രമൈസ് ചെയ്തിട്ട് പഠിത്തൊന്നും ഇല്ലല്ല. നിങ്ങൾ ഉറക്കം അങ്ങനെ കളഞ്ഞിട്ട് പരിപാടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? ഒരു 1 year ആയിട്ട് ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മാറി ഹോസ്റ്റലിൽ നിൽക്കുകയായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാക്രിഫൈസോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വഴി ഉണ്ടായിരിക്കും. അങ്ങനെ സ്പോർട്സ് ആയിട്ടോ ആർട്സ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സുഹൃത്തുക്കളുടെ കൂടെ സിനിമ കാണാൻ പോകാറുണ്ട്. ഓ, സിനിമ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പോൾ അതങ്ങ് പോയി കിട്ടിയ ഒരു വലത്തേക്ക്. ലാസ്റ്റ് കണ്ട സിനിമ ഏതായിരുന്നു ഓർമ്മയുടെ? ഇവിടെ ബെർലിനിൽ വരുന്നതിന് മുമ്പ്? ബെർലിന് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു എമ്പുരാനാ കണ്ടത്. അത് കണ്ടതിന് ശേഷം പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്, എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ദൃശ്യം 3 കണ്ടു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നല്ല സൂപ്പർ പടം. ഓക്കെ, സോ പിന്നെ സ്പോർട്സ് ആയിട്ട് വരുമ്പോൾ എന്താണ് എന്നോട് പറഞ്ഞത്? സ്പോർട്സ് ക്രിക്കറ്റ് ഭയങ്കര താല്പര്യം, ഫുട്ബോളിനേക്കാൾ താല്പര്യം ക്രിക്കറ്റ്. അപ്പോൾ 2020 വേൾഡ് കപ്പ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, മേജർ ഇവന്റ് ആയിരുന്നല്ലോ. ഓക്കെ, അത് കംപ്ലീറ്റ് മിസ്സായി. അപ്പോൾ കപ്പടിച്ച് കാണാൻ പറ്റിയിട്ടില്ല? മൊത്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഫോണ് കൈ കിട്ടുമ്പോൾ നമ്മൾ കാണാണ്ട് നിൽക്കില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ധ്യാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് കാണും, മാത്സിനെ ഭയങ്കര ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ക്യൂരിയോസിറ്റി ചോദ്യം ചോദിക്കുകയാണ്. ധ്യാൻ്റെ കൂടെ വന്നിരിക്കുന്ന പാരൻസ്, അച്ഛൻ മാത്സിൻ്റെ ഒരു പ്രൊഫസറാണെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അച്ഛൻ്റെ എന്നുള്ളൊരു മാത്സ് പഠിത്തത്തിന് എന്തെങ്കിലും ഇൻസ്പിറേഷനൊക്കെ ധ്യാൻ ഉണ്ടോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചോട്ടെ? അപ്പോൾ സാറൊന്ന് പരിചയപ്പെടുത്തിയിട്ട് സാർ എന്നെ ഉത്തരം പറയാം. എൻ്റെ പേര് പ്രദീപനാണ്. ഞാൻ ഒമാനിലെ കസബ എന്ന് പറയുന്ന സ്ഥലത്ത് ടീച്ചറായി വർക്ക് ചെയ്യാം. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അതിന് മുന്നേ ആന്ധ്രാപ്രദേശിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത്, ഇവൻ എൻ്റെ കൂടെ ചെറിയ പ്രായം തൊട്ട്, അതായത് 2 വയസ്സാകുന്ന സമയം മുതൽ എൻ്റെ കൂടെ ക്ലാസ്സുകൾ വരാറും ഫ്രണ്ട് ബെഞ്ചിലിരുന്നിട്ട് ക്ലാസ്സുകൾ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്പേഴ്സ് എല്ലാം ആ സ്കൂളിൽ പോകുന്നതിന് മുമ്പിലേ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, സൂപ്പർ. അപ്പോൾ ആ ഒരു മാത്സിനോടുള്ള ക്രേസ് അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് ഒരു സംശയമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അവനുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇഷ്ടം വരാൻ തന്നെ അറിയാം. ആ ചെറിയ പ്രായത്തിൽ തന്നെ ആളുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് പല ആൾക്കാരും ലേറ്റായിട്ട് ഈ മാത്സ് പഠിച്ച് തുടങ്ങുന്നുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ധ്യാൻ ഇപ്പോൾ ഈസി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെ എന്തുകൊണ്ടായിരിക്കും മിക്ക ആൾക്കാരും, സാറ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസും വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴൊക്കെ ആയിരിക്കും മാത്സ് ടഫ് എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാൻ നേരെ തിരിച്ചു സാറ് പറഞ്ഞ പോലെ അപ്പോൾ ഒരു ഏർലി എക്സ്പ്ലോറേഷൻ കിട്ടുന്നത് എപ്പോഴും നല്ലതാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ അതെ, ഒരു ഏർലി എക്സ്പ്ലോറേഷൻ മാത്സിൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്നായിട്ട് അത് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി കഴിയും. ഇപ്പോൾ മിക്ക കുട്ടികൾക്കും അത് ആ ഫൗണ്ടേഷൻ ലാക്ക് ഓഫ് നോളജ് ആണ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ലാസ്റ്റ് ഇയർ നിങ്ങൾ ബ്രില്യൻ്റ് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ബ്രില്യൻ്റ് തേടി പിടിച്ച് നിങ്ങൾ ഇവിടെ എത്തിയ ആൾക്കാരാണ്. സോ ഇന്ന് ഈ ഒരു അവസരത്തിൽ ബ്രില്യൻ്റിൽ നിന്ന് ഒഫീഷ്യലി നിങ്ങളെ ക്ഷണിച്ചിട്ട് നിങ്ങളിപ്പോൾ ബ്രില്യൻ്റിൽ എത്തി നിൽക്കുകയാണ്. സോ ആ 2 ബ്രില്യൻ്റിലോട്ടുള്ള വരവിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു 1 year ആക്ച്വലി ധ്യാനേക്കാൾ കുറച്ചും കൂടെ ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്തിരിക്കുന്ന പാരൻസ് ആയിരിക്കും, മെൻറ്റേഴ്സിനായിട്ട് ഞങ്ങളോട് കണക്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു 1 yearലുള്ള നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷൻ, ഇപ്പോൾ ധ്യാൻ അല്ലാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ധ്യാൻ അറിയാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മെൻറ്റേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവനൊന്ന് ഡൗൺ ആവുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ആ രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷൻ ബ്രില്യൻ്റ് സൈഡിൽ നിന്നുള്ളത് എങ്ങനെയായിരുന്നു ഓർത്തെടുക്കുന്നത്? അതെ, ഇവിടെയുള്ള മെൻറ്റേഴ്സും അതുപോലെ ടീച്ചേഴ്സും എല്ലാവരും നമ്മൾ കോൺടാക്ട് ചെയ്യാറും നല്ലപോലെ ഇവൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഏറ്റവും നല്ല റാങ്ക് മേടിച്ച ഒരാളാകുമ്പോൾ എല്ലാവർക്കും അഗെയിൻ ആൾക്ക് എന്തെങ്കിലും മാർക്ക് കുറയുന്ന സമയത്ത് സങ്കടങ്ങളോ കാരണം ചിലപ്പോൾ ഇവൻ പറയത്തില്ലായിരിക്കും, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ നിങ്ങളോടായിരിക്കും ചിലപ്പോൾ തുറന്ന് പറയുന്നുണ്ടായിരിക്കുക. സോ എപ്പോഴെങ്കിലും എപ്പോഴും ചിലപ്പോൾ ഒരു എക്സാം നടക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ എപ്പോഴും വരാൻ നിർബന്ധമില്ല. സോ ഡൗൺ ആകുന്ന സ്റ്റേജസ് ഉണ്ടായിരിക്കുക. സോ എങ്ങനെയാണ് ആൾ ഓവർകം ചെയ്ത് ആസ് എ പാരൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എങ്ങനെ ആൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്? അതെ, അവന് ഇപ്പോൾ ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് ലോ അച്ചീവ് ആണെങ്കിലും അവനങ്ങനെ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മൾ അവനോട് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഇങ്ങനെ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്താൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മറ്റ് അങ്ങനെ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ഓക്കെ. സോ അച്ഛൻ പറഞ്ഞ ആ വാല്യുബിൾ വേർഡ്സ് നിങ്ങൾ കേട്ടു, എങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ മാത്സിന് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അമ്മയുടെ വേർഡ്സിലേക്ക് ഒന്ന് പോകും. അപ്പോൾ മാഡം ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് അൻഷ എന്നാണ്. ഞാൻ കണ്ണവത്ത് ഡെൻ്റൽ ക്ലിനിക്കിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, കീമിൻ്റെ റിസൾട്ട് വന്നു, തൊട്ടടുത്ത ദിവസം പേപ്പർ കണ്ടായിരിക്കുമല്ലോ, വലിയൊരു ഫ്രെയിമിൽ ധ്യാൻ്റെ ഫോട്ടോയൊക്കെ വന്നു. എപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ്, ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ എല്ലാവരും കാണാൻ പോകുന്നൊരു പേപ്പറാണ്, അതിൽ നമ്മുടെ മോൻ്റെ ഫോട്ടോ സെക്കൻഡ് റാങ്ക് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വരുന്ന ആ ഒരു മൊമെൻറ്റ്, രാവിലെ ഒരു ചിലപ്പോൾ കണ്ടൊരു മൊമെൻറ്റ് ഉണ്ടായിരിക്കും, പത്രത്തിലൊക്കെ കണ്ട്, ആ ഒരു ഡേ ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്താൽ എങ്ങനെയാണ് തോന്നുന്നത്? ഇവനെല്ലാം ക്ലാസ് ടോപ്പായിരുന്നു. പക്ഷേ കീമിൽ സെക്കൻഡ് റാങ്ക് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പേപ്പറിൽ വരുന്നോ ന്യൂസ് ചാനലിൽ വരുന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് ഹെൽപ്പ് ആയിരുന്നു, അഭിമാന മുഹൂർത്തമായിരുന്നു. ഓക്കെ. അപ്പോൾ ധ്യാൻ ഇവിടെ പഠിച്ചത് നമ്മുടെ ലിബർട്ടി ഹോസ്റ്റലാണ് പഠിച്ചത്. ഓഫ് കോഴ്സ് ഹോസ്റ്റല്, പിന്നെ അതുപോലെ ക്യാമ്പസ്, റൂംമേറ്റ്സ്, അങ്ങനെ ഒത്തിരി ആൾക്കാരോട് തന്നെ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത്, ഈവൻ നമ്മളൊരു ഫുഡ് സെർവ് ചെയ്യുന്ന ആളോട് പോലും നമ്മളൊരു 1 year ആയിട്ട് നമ്മൾ ഫുൾ ഒരു ഇൻട്രാക്ഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഫേസസ് ആണ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്കൊക്കെ എപ്പോഴും നമുക്ക് കടപ്പാടോടെ ഓർത്തോണ്ടിരിക്കാൻ പറ്റുന്ന ആരൊക്കെ പോലെ നിന്ന് കിട്ടിയത്? അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഒരു ഉത്തരമൊന്നുമല്ല പറയാനുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാർ, ഇപ്പോൾ ബെർലിൻ്റെ മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ഇമോഷണൽ സപ്പോർട്ടൊക്കെ ഇവർ പക്കാ തരും. പിന്നെ നമ്മളെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ആണെങ്കിലും അവരെയും പേര് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും അടിപൊളിയാണ്. ഞാൻ പഠിച്ചത് I10 ബാച്ചിലായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്നത് ലാൽ സാറ്, കിഷോർ സാറ്, റാവ് സാറൊക്കെ ഉണ്ടായിരുന്നത് മെയിനായിട്ട്. അപ്പോൾ അവരൊക്കെ 3 ആൾ അടിപൊളിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ പേരൊന്നും പറയാനില്ല. പിന്നെ മെൻറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരൊക്കെ അടിപൊളി സപ്പോർട്ടായിരുന്നു. നമുക്കിപ്പോൾ മാർക്കെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ടൊരു ഇത് പറയും. അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിനൊരു കൃത്യമായൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനും പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഹോസ്റ്റലിലാണെങ്കിൽ നല്ല എൻ്റെ ഒക്കെ റൂം എന്ന് പറയുന്ന ലൈബ്രറീൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ അങ്ങനെ കുറേ ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ആക്സസ് ചെയ്തു. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊക്കെ എന്താണ് ഒരേ വൈബാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് ജസ്റ്റ് ഡിസിപ്ലിനായിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് ഈ പുറത്തുനിന്ന് പറഞ്ഞു നടക്കുന്നവരെ എന്താണ്. അതെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ധ്യാൻ്റെ ജസ്റ്റ് ഒരു ഡെയിലി റൂട്ടീൻ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ കുറേ ചങ്ങായിമാർ പറയും ടൈം ടേബിൾ വേണം, അത് വേണം, ഇത് വേണം. പക്ഷേ ഞാനങ്ങനെ ടൈം ടേബിളിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ പരമാവധി നേരം പഠിക്കുക. ഇപ്പോൾ എൻ്റെ മെയിൻ പ്രൊഡക്ടിവിറ്റി വരുന്നത് നൈറ്റും പിന്നെ കുറച്ച് 11:30 കിടന്നിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോൾ എണീക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് കാര്യമായിട്ട് ഇത് പഠിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഡെയിലി വരുന്ന സാധനങ്ങൾ, ടോപ്പിക്കുകൾ ഡെയിലി തന്നെ പഠിച്ച് കവർ ചെയ്ത് പോകുക എന്നുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. PYK നന്നായിട്ട് യൂസ് ചെയ്യണം. അത് ചെയ്താൽ തന്നെ സെറ്റാണ്, വേറെ വിഷയങ്ങളൊന്നും സെറ്റാണ്. പിന്നെ അവസാനം ഒരു ചോദ്യം കൂടെ. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ധ്യാനെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ധ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് കേട്ടതാണ്. സോ ഇന്ന് ഈ ഒരു മൊമെൻറ്റിലാണെങ്കിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്നത് അടുത്ത വർഷം ഇതുപോലെ കീം ആയിക്കോട്ടെ, JE ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് മെയിനൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. സോ ഏറ്റവും സിമ്പിളായിട്ട് അവരോട് ഇപ്പോൾ ധ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഡിസിപ്ലിനായിട്ട് പഠിച്ചാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. സോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സോ ആ ഒരു ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് ധ്യാൻ്റെ സൈഡിൽ നിന്ന് പറയാൻ പോകുന്ന കാര്യം എന്തെങ്കിലും? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഇത് അനുഭവം പറയാം. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെയൊക്കെ പരിസരത്തെ റൂംമേറ്റ്സും എൻ്റെ റൂംമേറ്റ്സും അവരൊക്കെ ഈ വലിയ ബുക്ക് ഇരിടവും അതും ഇതൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. ഇപ്പോൾ പൊതുവേ ഒരു ടെൻഡൻസി ഉണ്ടാവും ഇത് അതല്ല, അതിലൊക്കെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ അങ്ങനെ അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് PYQനാണ്. അത് എനിക്ക് പറയാനുള്ളത് സിമ്പിളായിട്ട് കീപ്പ് ഇറ്റ് സിമ്പിൾ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മളായിട്ട് തന്നെയാണ് സ്ട്രെസ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ സിമ്പിൾ ആക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ്. അപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്യുന്നതിന് കാര്യം പറയാം. എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ ആഫ്റ്റർ ദിസ് കോഴ്സ് നമുക്ക് ഇത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഇപ്പോഴേ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ? അതോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഔട്ട് മൈൻഡാണ്, വരുന്നിടത്ത് വെച്ച് കാണുക, എപ്പോഴും ഡിസിപ്ലിനായിട്ടിരിക്കുക, പക്കയായിട്ടിരിക്കുക. സോ എഗെയിൻ കൺഗ്രാറ്റ്സ്. അപ്പോൾ എഗെയിൻ ബിർലയിൽ എത്തിയിരിക്കുന്നു എഗെയിൻ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ പോകുമ്പോൾ സമയത്ത് ആ 7 ആയിക്കോട്ടെ മികച്ച ഇതൊക്കെ ഉറപ്പായിട്ട് ആളുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല രീതി എവിടെ എത്തിക്കഴിഞ്ഞാലും ആൾ നല്ല രീതിയിൽ തന്നെ പ്രൊഡക്റ്റീവായിട്ട് വരാൻ പോകുന്ന ഒരാളാണ്. സോ കൺഗ്രാറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Brilliant Study Center.
India's #1 coaching center for NEET and JEE.